ബൈബിൾ ഇൻസൈറ്റ് കോൺസ്റ്റാൻസ സെഷനിലെ ഈ പുതിയ എപ്പിസോഡിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ചോദ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അനന്യാസിന്റെയും സഫീറയുടെയും വിഷയത്തോട് അനുബന്ധിച്ച് ഇപ്രകാരം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ് അനന്യാസിനോട് ഇപ്രകാരം ചോദിക്കുന്നു: അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഈ വാക്കുകളെ കേട്ടപ്പോൾ അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അനന്യാസിനെ പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. തുടർന്ന് 3 മണി നേരം കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യ സഫീറ അകത്തു വന്നു. അവളും മരിക്കുന്നു. ചോദ്യകർത്താവിന്റെ ചോദ്യം ഇതാണ്: യഹൂദ മര്യാദ പ്രകാരം ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ അറിവില്ലാതെ തന്നെ സംസ്കരിക്കുമോ? ഇത് പരിഭാഷയിൽ സംഭവിച്ച തെറ്റാണോ? യഥാർത്ഥ സംഭവം എങ്ങനെയാണ്? സ്തോത്രം. ഇത് പരിഭാഷയിൽ തെറ്റ് സംഭവിക്കാൻ അവിടെ പരിഭാഷ പ്രശ്നമില്ല. ഓക്കെ. 2, ഇവിടെ ജൂവിഷ് ട്രഡീഷനിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിന് മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. കാരണം ഏറ്റവും അവൈലബിളായ സോഴ്സ് പോകണം അന്വേഷിക്കാൻ. നമുക്ക് ഏറ്റവും അവൈലബിൾ ഈ കാര്യത്തെ പറ്റി പറയാനുള്ളത് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ജോൺ R.W. സ്റ്റോട്ട് എഴുതിയ ദി മെസ്സേജ് ഓഫ് ആക്ട്സ് എന്നൊരു പുസ്തകമുണ്ട്. മെസ്സേജ് ഓഫ് ആക്ട്സ് ഇതാണ് ഏറ്റവും നല്ല സ്റ്റഡി അതാണ്. പിന്നെ ആക്ട്സ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഉള്ളത് നമ്മുടെ ഗാബലൈൻ ഇ ഫ്രാങ്കിൻ്റെയാണ്. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ ജൂവിഷ് ട്രഡീഷൻ അവിടെ എന്ത് പറയുന്നു എന്നുള്ളത് ബാധകമല്ല. അപ്പൊ ജൂവിഷ് ട്രഡീഷൻ എന്തും ആയിക്കോട്ടെ, ജൂവിഷ് ട്രഡീഷനെ സൂപ്പർസീഡ് ചെയ്ത് മറ്റൊന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ്, ആ ഇൻഡിവിജ്വൽ ആകട്ടെ ആ ഇൻസിഡന്റ് ആകട്ടെ, അവർക്ക് ഇതിന് രണ്ടിനും പിന്നെ അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തോട് അല്ലെ ദൈവപ്രവൃത്തിയോടുള്ള ബന്ധം എന്നുള്ളതാണ്. അപ്പൊ ദൈവപ്രവൃത്തി എന്ന വിഷയം എടുക്കുമ്പോൾ അതിനാണ് ഗ്രേറ്റർ പ്രൊമിനൻസ്. അപ്പം ജൂവിഷ് ട്രഡീഷൻ അനുസരിച്ച് ഒരാൾക്ക് രക്ഷയുണ്ട്. പക്ഷെങ്കിൽ ദൈവമായിട്ടുള്ള കണക്ഷൻ റോങ് ആണെങ്കിൽ ആ രക്ഷയ്ക്കുള്ള പ്രൊവിഷൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഈ യാഗപീഠത്തിന്റെ കൊമ്പിൽ ചെന്ന് ഒരാൾ അഭയം പ്രാപിച്ചാൽ രാജാവിനെ അന്വേഷിക്കാൻ കൊല്ലാൻ ആളിനെ വിട്ടു. യാഗപീഠത്തിന് കൊമ്പിൽ ചെന്ന് പിടിച്ചാൽ അവനെ കൊല്ലരുതെന്ന. യാഗപീഠത്തിൽ വന്ന് അഭയം പ്രാപിച്ചു, കൊല്ലരുത്. നമ്മള് ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ മുഴുവൻ തട്ടിക്കളയാൻ ദൈവം തീരുമാനിച്ചു. ഒരെണ്ണമില്ലാതെ ഇവന്മാരെ തട്ടിക്കളയണം. അപ്പൊ ഇവന്മാർക്കറിയാം ഇനി അതോ വേസ്റ്റോ നമ്മൾ എന്ത് ചെയ്യും? പോയി യാഗപീഠത്തെ പിടിക്കുന്നവർ രക്ഷപ്പെട്ടല്ലോ. ആമോസിനോട് ദൈവം പറഞ്ഞു, നീ അവരോട് പറയണം, അങ്ങനെ ആരും വിചാരിക്കണ്ട, ഞാനൊരു എനിമി ഫോഴ്സിനെ അയക്കും. അവരാദ്യം വന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകൾ ഇടിച്ചു കളയും, യാഗപീഠം ഇടിച്ചു കളയും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ആ പ്രൊവിഷൻ ബാധകമാകുന്നില്ല. ഇവിടെ ഒരാള് പരിശുദ്ധാത്മാവിനോട് വ്യാജം സംസാരിച്ചു. 2, അപ്പോസ്തോലിക അധികാരത്തെ കണ്ടോൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കി കണ്ടു. 3, സഭയുടെ പ്രോമിനൻസ്, സഭ സകലത്തേക്കാളും പെർമനന്റ് ആണ്, അങ്ങനെ പ്രോമിനൻസ് അയാൾ തള്ളിക്കളഞ്ഞു. അയാളുടെ സാമ്പത്തിക നേട്ടം മാത്രമാണ് വലുത്.
ഉം, എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയത്തില്ല. ഉം. ഒരു മനുഷ്യർക്ക് നട്ടു ഉച്ചയ്ക്കാണ് ഈ അച്ഛൻ പൈസ പൊടിക്കൊണ്ട് വരുന്നത്. അതെ. അപ്പം ഇവർ തമ്മിലുള്ള ഡയലോഗ് ഒന്നും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. ആ. ഇവർ തമ്മിൽ ഡയലോഗ് ഓക്കെ. രേഖപ്പെടുത്തിയിട്ടില്ല. ഉം, അപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉം, ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട്, ഈ സംഭവം കഴിഞ്ഞിട്ട്, ഉം. യെസ് ടേക്ക് ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ. ഓക്കെ. ആ. അപ്പോസ്തലൻ പൗലോസ് ഇതുവരെ ആരും എഴുതിയിട്ടില്ല. ലൂക്കോസ്. ആ, അപ്പം പൗലോസ് പറഞ്ഞു കേട്ട ലൂക്കോസിന് അറിയാവുന്നത്. ഓക്കെ. ആ. അത് കഴിഞ്ഞിട്ട് പൗലോസ് ഈ അലക്സാണ്ട്രിയയിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പം, ഉം, സീസറിയിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പം ഉം, ലൂക്കോസ് വന്ന ആൾക്കാരോടെല്ലാം ഇങ്ങനെ 1-to-1 ടോക്ക് നടത്തുക. ഉം, അപ്പോൾ ഈ സംഭവം ആൾക്കാർക്ക് പറഞ്ഞു രണ്ടാമത് കേട്ടു. ഉം, എറിയാനായിട്ട് പത്രോസും അനന്യാസും തമ്മിൽ തടന്ന ഡയലോഗ് എന്താ ഉം, ആർക്കും അറിയത്തില്ല. ഉം. ആർക്കാ കേൾക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഉം, പരിശുദ്ധാത്മാവിനോട് വ്യാജം സംസാരിക്കാൻ നീ നിന്നെ തന്നെ വിട്ടുകളഞ്ഞല്ലോടാ. ഉം. പൊട്ടോ നീര് താഴെ വീഴുക, താഴെ വീഴും. ഉം, അപ്പോഴേ തട്ടിപ്പോവുക. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം സംസാരിച്ച അയലെ സംബന്ധിച്ചോളം ഉം, അയാൾക്ക് ഹ്യൂമൻ റൈറ്റ്സും ഇല്ല, ഉം. ജൂയിഷ് റൈറ്റ്സും ഇല്ല, ഓക്കെ. ഒരു റോമൻ സിറ്റിസൺ എന്നുള്ള റൈറ്റും ഇല്ല. ഉം. അയാൾക്ക് ഒരു റൈറ്റും ഇല്ല. എല്ലാ റൈറ്റുകൾക്കും മീതെ ഇതാണ്. ഉം. കാര്യം മുന്നിലും എല്ലാ റൈറ്റും അവിടെ തീർന്നു കഴിഞ്ഞു. ഉം, പരിശുദ്ധാത്മാവിനോടും ദൈവസഭയോടും അപ്പോസ്തലന്മാരോടും ഉം. വ്യാജം സംസാരിച്ചു കഴിഞ്ഞപ്പം ഇവന്റെ എല്ലാ റൈറ്റും തീർന്നു. ഉം. ഇവന്റെ കട പൂട്ടി. ഉം. മനസ്സിലായോ? അതെ. അതെ. പിന്നെയും പിന്നെ പെട്ടെന്ന് ബോഡി കൊണ്ടുവന്ന് ഫ്രീസറിനകത്ത് വെക്കൂ. പിന്നെ ഈ കരയാനായിട്ട് ഓരോ പെണ്ണുങ്ങൾ മോന്തയ്ക്ക് ചായമൊക്കെ തേച്ച് വന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ സംഗതികളുണ്ട് അവരുടെ ട്രഡീഷൻ, ജൂയിഷ് കസ്റ്റം. ബെറിയൽ ട്രഡീഷൻ ഒരുപാടാണ്. ഉം, ജൂയിഷ് ബെറിയൽ ട്രഡീഷനുള്ള യാതൊരു കാര്യങ്ങളും അനന്യാസിന്റെ കാര്യത്തിലില്ല. ഉം, നമ്മുടെ പട്ടി ചത്തുപോയി, ഉം. കുഴി ഒഴിച്ച് അപ്പുറത്തുകൊണ്ട് കുഴിച്ചിടും. അത്രേ റെസ്പെക്ട് കിട്ടിയുള്ളൂ. ഉം. അത്രയും പോലും ഉണ്ടായില്ലെന്നേ. ഓക്കെ. ഉം. തീർന്നില്ലയോ? പുറത്തെങ്ങാണ്ട് എവിടെ കൊണ്ട് കുടിച്ചിരുന്ന അറിയത്തില്ല, കൊണ്ട് ഉം. കുടിച്ചിട്ടു. കുടിച്ചിട്ടെല്ലാം കഴിഞ്ഞ് ചെക്കന്മാർ തിരിച്ചു വരുമ്പോഴാണ് ഈ പെണ്ണുപിള്ള വരുന്നത്. ഉം, അത്രേ ഉള്ളൂ. ഉം, അപ്പം ജൂവിഷ് ബെറിയൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഉം. ഇറ്റ്സ് എ ലോങ് ഒരുപാട് സംഗതികളാണ് ജൂവിഷ് ബെറിയൽ ട്രഡീഷനിൽ, ഫ്യൂണറൽ ട്രഡീഷനിൽ. ജൂവിഷ് ഫ്യൂണറൽ ട്രഡീഷനിലുള്ള യാതൊരു പ്രിവിലേജും ഉം. ഇവിടെ ആപ്ലിക്കബിൾ അല്ല. applicable അല്ല. ഉം, കാര്യം ബോഡി എംബാം ചെയ്യണം. ഉം. എംബാം ചെയ്ത ശേഷം ഈ പിന്നെ മോണേഴ്സിനെ ഹയർ ചെയ്യണം. ആ. അവർ വിലാപ വീട് മുതൽ ശ്മശാനം വരെ ഇതുണ്ട്, മോർണിംഗ്. വിലാപഗീതം. വിലാപഗീതം. ഉം, ബോഡി ശവമഞ്ചത്തില വെക്കണ്ടേ. ഉം, അല്ലെങ്കിൽ പട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നു, പട്ടിയുടെ ശവം വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഉം. ഇതൊന്നും അനന്യാസിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. ബിക്കോസ് ഹി ലോസ്റ്റ് ഓൾ ഹിസ് റൈറ്റ്. ഉം, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള എല്ലാ റൈറ്റും ഉം. ഈ ഒരൊറ്റ കാര്യത്തിന് മുമ്പിൽ നഷ്ടമായി പോയി. നഷ്ടം. Yeah. ഉം, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഭാര്യ അറിയിക്കണ്ടായിരുന്നോ ഭർത്താവിനെ അറിയിക്കുന്നുള്ള യാതൊരു കാര്യങ്ങളും പിന്നെ അവിടെ നിലവിലില്ല, ഉം, ഉം. പ്രസക്തമല്ല. ഓക്കെ. ഉം. Yeah, thank you. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതാണ്. ഒറ്റ കാരണം കൊണ്ട്. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, മത്തായി സുവിശേഷം 26-ാം അധ്യായം 51, 52 വാക്യങ്ങൾ. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറുത്തു. യേശു അവനോട്, വാൾ ഉറിയിൽ ഇടുക,
വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും, ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. ചോദ്യകർത്താവ് ഇപ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്: വാട്ട് ഈസ് ദ ഡിഫറൻസ് ആൻഡ് മീനിങ് ബിറ്റ്വീൻ ദീസ് ടു വേഴ്സസ് ബിബ്ലിക്കലി ആൻഡ് സ്പിരിച്വലി? ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ അർത്ഥം വേദപുസ്തക അടിസ്ഥാനത്തിലും ആത്മീകമായും എന്താണ്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ആ, നിസ്സാരമായിട്ട് പറയാൻ കഴിയുന്നതിനപ്പുറം വ്യാപ്തമാണ് ഇതിന്റെ മറുപടി. ഓക്കെ. ഫാർ റീച്ചിങ് ആണ്. ഞാനിതിന്റെ മറുപടി എത്രയും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. അങ്ങനെ ഫാർ റീച്ചിങ് ആയ മറുപടിയിൽ ആൾക്കാർക്ക് താല്പര്യമില്ല. പണ്ട് ഇതങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റ് അല്ല. അതങ്ങനെ പഠിക്കാത്ത ആളുകൾക്ക്, ചിലർക്ക് മാത്രമേ താല്പര്യം വരത്തുള്ളൂ. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. പൂർണ്ണ മനുഷ്യൻ എന്നുള്ളതിലേക്ക് തൻ്റെ മനുഷ്യത്വത്തിൻ്റെ ബലഹീനതകൾ റിഫ്ലക്റ്റഡ് ആകണം. ഇപ്പം മനുഷ്യത്വത്തിൻ്റെ ബലഹീനതകൾ റിഫ്ലക്റ്റ് ആക്കുന്നില്ല എന്നുള്ളതാണ് ഈ പിന്നെ ന്യൂ ടെസ്റ്റ്മെന്റിനോട് നമ്മൾ ചേർത്തിട്ടില്ലാത്ത കുറച്ച് പുസ്തകങ്ങളുണ്ട്. പത്രോസിന്റെ സുവിശേഷം, തോമസിന്റെ സുവിശേഷം, അവിടൊക്കെ യേശുക്രിസ്തു എന്ന ബലഹീന മനുഷ്യനെ ചിത്രീകരിക്കുന്നില്ല. ജഡത്തിന്റെ ഒരു ബലഹീനതയില്ലാത്ത മനുഷ്യനെ ചിത്രീകരിക്കുന്നത്. കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഈ പ്രകൃതിയുടെ മേൽ തനിക്കുള്ള കർത്തൃത്വമാണ്. താനെന്ന വ്യക്തിക്ക് ഈ നാച്ചുറൽ വേൾഡിന്റെ മേൽ കർത്തൃത്വമുണ്ട്. ക്രിയേറ്റീവ് വേൾഡിൽ കർത്തൃത്വമുണ്ട്. ഒരു പാർട്ടിക്കിളിനെ മറ്റൊരു പാർട്ടിക്കിളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. വെള്ളത്തിന്റെ പാർട്ടിക്കിളിനെ വീഞ്ഞിന്റെ പാർട്ടിക്കിളായിട്ട് മാറ്റുമ്പോൾ മാത്രമേ വെള്ളം വീഞ്ഞാവുന്നുള്ളൂ, അല്ലേ? പാർട്ടിക്കിൾസിന് എക്സ്പാൻഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ 5,000 പേരെ പോഷിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലേ? അത് വന്നിട്ട് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വരെ ഉള്ള കഴിവുള്ള പൂർണ്ണദൈവമാണ്. പക്ഷെങ്കിൽ പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാ. ബലഹീന ശരീരം, ആ ബലഹീന ശരീരം പോർട്രേ ചെയ്യേണ്ടടുത്ത് ഒരു ബലമുള്ള ശരീരം കൊണ്ടുവച്ചു. ഉദാഹരണം, കർത്താവിനൊരു 2-3 വയസ്സുണ്ട്. ഇവര് ഇവിടോട്ട് പോകുമ്പം, ഈജിപ്തിലോട്ട് പോകുമ്പം, റീനോക്കുലർ എന്ന് പറയുന്ന നദിയുടെ തീരത്തൂടാണ് ഹോളി ഫാമിലി കർത്താവിനെ കൊണ്ട് പോകുന്നത്. അപ്പം മറിയയ്ക്ക് കറി വെക്കാൻ മീനില്ല. ഉണ്ണിയേശു ആറ്റിന്റെ കരച്ച് ഇങ്ങനെ പിടിക്കുന്നു. മുഴുത്ത 2-3 വരാല് കയറി വരുന്നു. അതിനെ പിടിച്ചാൽ അമ്മയ്ക്കൊണ്ട് കൊടുക്കുന്നത് കറി വെക്കാനായിട്ട്. അന്നേരമാണ് മോന് ഒരു മാങ്ങായിട്ടിട്ട് കറി വെച്ചിരുന്നത്, മാങ്ങാക്കറി. അപ്പം കൊമ്പയിൽ ഇങ്ങനെ നോക്കും, മാവും കൊമ്പ് ഇങ്ങനെ താണ്ട് വന്ന് ഉണ്ണിയേശുവിൻ്റെ അടുത്തേക്ക് മാങ്ങ പറിച്ച് അമ്മയ്ക്കൊണ്ട് കൊടുക്കുന്നു. അപ്പം അവിടെ നമ്മൾ കാണുന്ന ആരെയാ? ബലഹീനതയ്ക്ക് അപ്പുറമുള്ള ഒരു മനുഷ്യനെയാ. ഒരു 4 വയസ്സുകാരൻ്റെ 3 വയസ്സുകാരൻ്റെ ബലഹീനത ഇയാൾക്കില്ല. അങ്ങനെ പറ്റത്തില്ല. ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടുന്ന പൂർണ്ണ ബലഹീനതയുള്ള മനുഷ്യൻ മാത്രമേ പൂർണ്ണ മനുഷ്യനാകുന്നുള്ളൂ. അപ്പം ആ ബലഹീനത എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബലഹീനതയുണ്ട്, മനസ്സിന്റെ ബലഹീനതയുണ്ട്, ആൻഡ് വീക്ക്നെസ് ഇൻ ദ സ്പിരിറ്റ്. വീക്ക്നെസ് ഇൻ ദ സ്പിരിറ്റ്.
അത് ഡയലോഗിൽ, സംസാരത്തിൽ കാണുന്നുണ്ട്. ഉം, ഉം. അപ്പം ഇല്ലെങ്കിൽ ബലഹീനവും ക്രൂശിക്കപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഉം. ഇപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ദാഹവും വിശപ്പും പരവേശവും ബലഹീനതയെല്ലാം ശരീരത്തിലുണ്ടായിരുന്നു. അല്ലേ? ഉം. നല്ലപോലെ വിശപ്പ് സഹിച്ച ഈ 3 കൊല്ലം ശുശ്രൂഷ ചെയ്യുന്നത്. അതെ, അതെ. ഉം. അപ്പം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ചെന്നു, കട്ടള വരട്ടെ, ഓട് വരട്ടെ, ജനൽ വരട്ടെ, ഉം. കതവ് വരട്ടെ, എല്ലാം വന്നു കഴിഞ്ഞു. ഉം. പണി കഴിഞ്ഞ് പൈസ മേടിച്ച് വീട്ടിൽ പോയി. ഉം. അങ്ങനെ ആയിരുന്നോ? ഉം. ഒരിക്കലും അല്ലല്ലോ. ഒരിക്കലും. ഉം. ഈ ഈ കൊട്ടുപൊടിയും ഉള്ളിയും ഇതൊക്കെ ഇട്ട് അടിച്ചടിച്ചടിച്ച് പണിതില്ല, സന്ധ്യ വരെ പണിത് പൈസ മേടിച്ചിട്ട് വീട്ടിൽ പോയി അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നേ. അപ്പം ഈ തടിയുടെ മേൽ അധികാരമുള്ള ആളാണല്ലേ. അതെ, അതെ. എന്നല്ലോ ഈ അതെ, തടിയോട് നീ കട്ടളയായി മാറാൻ ഞാൻ കൽപ്പിക്കുന്നു പറഞ്ഞ കട്ടളയാകത്തില്ലേ? അതെ, അതെ. അല്ലേ? ചെയ്തില്ല. അല്ലേ? വിശന്നു. അത്തിയെ നോക്കുക വല്ലതും ഉണ്ടോ ഇതിനെണ്ണ പരിചയം, അല്ലേ? ഉം. ഉം. ക്ഷീണിച്ചു. ഉം. അവരോട് നിങ്ങൾ വള്ളം തെളിഞ്ഞു, പടകിന്റെ ഒരു സൈഡിൽ പോയി ഉറങ്ങുക, ഉം. അല്ലേ? അവ എല്ലാ ബലഹീനത ഉണ്ടായിരുന്നു. ഓൺ ദ ബോഡി. ഉം. 2 സ്പിരിറ്റ്, 2 ഇമോഷൻസ്. ഇമോഷൻസ്. ദോഷിയും വ്യഭിചാരമുള്ള തലമുറ ഞാൻ എത്ര നാൾ നിന്നോട് കൂടി ഇന്ന് പഠിപ്പിക്കും. ഇറ്റ്സ് ഗെറ്റിംഗ് അപ്സെറ്റ് വിത്ത് ഹിസ് പീപ്പിൾ അറൗണ്ട് ഹിം. അതെ, അതെ. അല്ലേ? നമ്മൾ പഠിപ്പിക്കുന്ന സമയം നമ്മൾ അപ്സെറ്റ് ആയിട്ടില്ലയോ? അതെ, അതെ. ഞാനാണ് ഫ്രീക്വൻ്റ്ലി അപ്സെറ്റ് ആകുമായിരുന്നു. കാരണം ഉം. ഈ ഫെനറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എനിക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഉം. അത് പിള്ളേർക്ക് എത്ര പഠിപ്പിച്ചാലും മനസ്സിലാകത്തില്ല. മനസ്സിലാവത്തില്ല. ഉം. അപ്സെറ്റ് ആകാത്തൊരു ഒറ്റ ക്ലാസ് ഇല്ല. ഉം. See? അതെ, അത് ഞാൻ മനുഷ്യനായോണ്ടാണ്. അതെ. ദൈവമാണെങ്കിലോ ഞാനിങ്ങനെ പറയും, അപ്പോൾ തന്നെ ആളുടെ മനസ്സിൽ കയറുകയും ചെയ്യുന്നു. ഇപ്പം നോക്കിക്കൊണ്ട് ന്യായപ്രമാണം തിരുവെഴുത്ത് മുഴുവനും ഉം. ക്രിയേഷൻ മുതൽ അന്ന് വരെ ബാക്കി ചരിത്രവും ഉം. 40 രാവും 40 പകലും കൊണ്ട് മോശയ്ക്ക് സീനയുടെ മലയുടെ മുകളിൽ വെച്ച് മനുഷ്യനായിട്ടാണ് പറഞ്ഞു കൊടുത്തത്, അല്ല ദൈവമായിട്ട് പറഞ്ഞു കൊടുത്തത്. അതെ, അതെ. മോശയ്ക്ക് എന്തെങ്കിലും രണ്ടാമൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. 10, 15, 17 പ്രാവശ്യമാണ് ഇതിനകത്ത് പർവ്വതത്തിൽ കാണിച്ചു. കർത്താവ് യഹോവ കാണിച്ചു കൊടുത്ത് മാതൃപ്പേർ തന്നെ എന്ന് മോശ പറഞ്ഞു. കാരണം ദൈവം തൻ്റെ ദിവ്യത്വത്തിൽ സംസാരിക്കുക. ആ. ഒരു അപ്പം ആർക്കാ മനസ്സിലാകാത്തത്? ക്രിസ്റ്റൽ ക്ലിയർ. ദൈവം തന്റെ ദിവ്യത്തിൽ സംസാരിച്ച ആർക്കാ മനസ്സിലാകാത്തത്? അതെ. ഉം. അബ്സല്യൂട്ട്ലി ക്ലിയർ. അവിടെ ക്ലാരിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നില്ല. ഉം. മനസ്സിലായോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടാകുന്നില്ല. അതെ, ഇത് അതെ. ദൈവമാണ് സംസാരിക്കുന്നത്. ഉം. ഇവിടെ ശിഷ്യന്മാർക്ക് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ഉം. And he was getting emotionally upset. ഉം. Getting emotionally upset. ഇനി നമുക്ക് ഉം. കർത്താവ് സംസാരിക്കുന്ന ഭാഷ, പിതാവിനോട് സംസാരിക്കുന്ന ഭാഷ, ഉം. കർത്താവ് വരുന്നതിന് ഒരു 1000 വർഷം മുമ്പ് പ്രൊഫറ്റിക്കലി ദാവീദ് കണ്ടിട്ട് പറയാ, ഉം. ഞാനൊരു ഉടഞ്ഞ പാത്രമാണ്, ഉം. എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു, ഉം. എൻ്റെ ശക്തി വേനൽക്കാലത്ത് ഉഷ്ണത്താൽ എന്നപോലെ വറ്റിപ്പോയി, ഞാൻ വരണ്ട, എൻ്റെ ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. ഇതൊക്കെ മോറൽ വീക്ക്നെസ് അല്ല, സ്പിരിച്വൽ വീക്ക്നെസ്സാണ്. ഉം. അല്ലേ? അതെല്ലാം തൻ്റെ മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്നു. അതെ. ക്രൂശീകരണത്തോട് അടുക്കാൻ പോകുന്നത് ദൈവമല്ല, പൂർണ്ണ മനുഷ്യനാ. പൂർണ്ണ മനുഷ്യനായി. ഉം.
പക്ഷെ ദിവ്യത്വം മാറിയിട്ടില്ല. ഉം. ക്രൂസിനെ എടുക്കാൻ പോവാ. അതിൻ്റെ ആ ഫെറോസിറ്റി ഉണ്ടല്ലോ, ഉം. ഫെറോഷ്യസ് എന്ന് പറഞ്ഞാൽ രൗദ്രഭാവം. രൗദ്രഭാവം. ഉം. ആ രൗദ്രഭാവം കാണുമ്പോൾ ഈ ബലഹീനായ മനുഷ്യൻ പറയാ, നമ്മുടെ കയ്യിൽ എത്ര വാളുണ്ട്, ഉം. വാളില്ലെങ്കിൽ വസ്ത്രം വിറ്റ് വാൾ വാങ്ങിക്കൊള്ളാൻ. ഉം. വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ സെൽസ്. തികഞ്ഞ മനുഷ്യത്വത്തിന്റെ മനുഷ്യത്വത്തിൻ്റെ മനുഷ്യൻ എത്രയും നിരാശൻ, സങ്കടപ്പെടാം അതിൻ്റെ ബോട്ടം ലെവലിൽ നിന്ന് മനുഷ്യൻ. അതെ. ആ മനുഷ്യനെ ദൂതന്മാർ വന്ന് ബലപ്പെടുത്തുക. ഉം. ഗത്സമനായിൽ വെച്ച് ഉം. ഗത്സമനായിൽ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോ ഉം. ഈ മൽക്കോസിന്റെ ചെവി പത്രോസ് വെട്ടിക്കളഞ്ഞു. ഇതുപോലെ ദൈവം മനുഷ്യനെ കുരുക്കിട്ട് പിടിച്ചൊരു സംഭവം ബൈബിളിലില്ല. ഉം. നമ്മൾ ഈ മീനിനെ ചൂണ്ടയിട്ട് അവര് കൊടുത്ത് കയറ്റി കഴിഞ്ഞാലേ ആ. പിന്നെ ഒരു രക്ഷയില്ലല്ലോ, ചൂണ്ട പിഴുകി കഴിഞ്ഞല്ലോ ഉം. എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ കൊടുത്തിട്ട് പിടിച്ച ഉം. വേറൊരു സംഭവം ബൈബിളിൽ ഇല്ലെന്ന് പറയാം. ഉം. കാരണം മൽക്കോസിന്റെ ചെവി പോയി. ഉം. പത്തറിന് കൊള്ളാം, രണ്ടെണ്ണം അവന് കൊടുക്കട എന്നല്ല പറഞ്ഞ്. വാൾ ഉറയിലിട്, ഉം. വാളെടുക്കുന്നവൻ വാളാൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫറാണ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. അത്രയും താൻ പറഞ്ഞ അത്രയും വലിയ ഫിലോസഫി ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഉം. His greatest philosophy is love your neighbor as yourself. Yes. അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ. അയൽക്കാരനെന്നും കൂട്ടുകാരനും രണ്ടിനും ഒറ്റ വേർഡേ. ഉം. റിയ. Okay. റിയ എന്ന് പറഞ്ഞാൽ അയൽക്കാരനെന്നുമാണ്, കൂട്ടുകാരനെന്നാണ്. കൂട്ടുകാരനാ. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ലോകത്തിൽ പിന്നെ ഒരു പ്രശ്നം ഇല്ലെന്നേ. സകല പ്രശ്നങ്ങളും തീരും. അതിന് തുല്യമായ മറ്റൊന്ന് സെക്കൻഡാണ് വാൾ ഉറയിലിട്, ഉം. വാളെടുക്കുന്നവൻ വാളാൽ. അല്ലേ? അതെ. ചരിത്രം അന്ന് പോലെ ഇന്ന് വരെ തെളിയിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും, Yes, yes. വാളെടുക്കുന്നവൻ വാളാലെന്നുള്ളത്. ഉം. അപ്പൊ ആ വലിയ ഫിലോസഫി ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. അതെ. പിന്നെ അതിനകത്ത് വേറെ സിഗ്നിഫിക്കൻസ്, ദൈവം മനുഷ്യനെ ചൂണ്ടിട്ട് പിടിച്ചെന്ന് പറഞ്ഞാല് ഉം. മൽക്കോസിന്റെ ചെവി പോകുന്നത് ശരിയാ. ഉം. മൽക്കോസിന് ശരിക്കും വേദന ഉണ്ടായി, ഇവൻ ശരിക്കും മൽക്കോസ് വിരണ്ടു കേട്ടോ. അതെ. കുറെ ചോരയും പോയി. പച്ചയ്ക്ക് കാതകത്ത് കഴിഞ്ഞും കാത് താഴെ വീണെന്നേ, അതെ. കുറച്ചും വേദനയാണോ? അതെ. ഇവിടെ ദൈവം മനുഷ്യനെ കുരിക്കുന്നില്ലാന്ന് പറയുമ്പോൾ ഉം. മൽക്കോസിന് ചെന്ന് കോടതി ചെന്ന് പറയാനൊക്കത്തില്ല ഇവൻ എൻ്റെ കാത് വെട്ടിക്കളഞ്ഞത്. ഉം. എന്നിട്ട് നിരുപതിന്റെ കാത് എന്ത് ചെയ്യേ? കാത് അവിടെ ഇരിക്കുന്നത് അതെങ്ങനെയാടാ? അത് ഇയാൾ തന്നെ എടുത്ത് വെച്ചതാ. അപ്പൊ ഇയാൾ തന്നെ വെട്ടിപ്പോയൊരു മുറിഞ്ഞു പോയൊരു കാതെടുത്ത് പറഞ്ഞു വെച്ചാൽ അതുപോലെ വെക്കണമെങ്കിൽ ഇയാൾ ആരായിരിക്കണം? അതെ. 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 ഇയാളുടെ ക്ലെയിമുകൾ ദൈവത്തിനാണെന്നാ. ഉം. ഈ ഒരൊറ്റ സംഭവം മൽക്കോസ് ഏറ്റു പറഞ്ഞാൽ അതെ. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനൊക്കത്തില്ല. വിശ്വസിക്കാം. യഹൂദന്മാർക്ക് ആർക്കും പറയാനൊക്കത്തില്ല. അവിടുന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടതാണ് അതെ. ഇതിന്റെ മൽക്കോസ് കാതെടുത്ത് തിരിച്ചു വെക്കുന്നതും അസൗഖ്യം. വാളെടുക്കുന്നതും വാളാലെന്ന് കർത്താവ് പറയുന്നതും ഉം. എല്ലാവരും കണ്ടതാ ആണല്ലോ. ഓ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഈ യേശു ഇല്ല, കൂടെയുള്ള ഒരിക്കലും. ഈ യേശുവിന്റെ ആൾക്കാര് റിംഗ് ലീഡേഴ്സ് ആണെന്ന്, കൊള്ളക്കാരന്മാരാണ്, ആ. അവരിൽ പറയാൻ. ഒരുത്തനാണ് എൻ്റെ ഈ മൽക്കോസിന്റെ കാത് വെട്ടിയത്. ഉം. നേരെ മറിച്ച് കർത്താവ് സൗഖ്യമായില്ലാക്കിയില്ലായിരുന്നെങ്കിലോ അത് വളരെ ഒരു പ്രൂഫാണത്. പ്രൂഫാണ് ഇത്. യേശു ആൾക്കാരും അക്രമികളാണെന്നുള്ള പ്രൂഫാണ്. അതെ. അതെ.
ഉം. ഒരു തെളിവ് വെട്ടുകൊണ്ട് മിച്ചം. വെട്ടുകൊണ്ടത് വി- മിച്ചം. വിട്ടുകൊണ്ട് താഴെ താഴെ വീണു. ഇതൊക്കെ ശരിയാ, കുറെ ചോരം പോയതാ, ഉം. പക്ഷെ ഒരു എവിഡൻസും കൊടുക്കാനില്ല. ഉം. മൽക്കോസ് നിന്ന് പരിങ്ങുക, ഉം. ദൈവം മനുഷ്യനെ ഇതിലാക്കി. അപ്പൊ ഇതാണ് ഈ രണ്ട് വാക്യങ്ങളുടെയും പൂർണ്ണ ഡിഫറൻസ്. ദൈവത്വം, പൂർണ്ണ മനുഷ്യത്വം. ഒന്ന് പൂർണ്ണ ദൈവത്വം, ഒന്ന് പൂർണ്ണ മനുഷ്യത്വം. അതുകൊണ്ട് ഈ എടുത്ത് നേരെ അതുപോലെ വെക്കാൻ കഴിഞ്ഞത്. അതെ അതെ. രണ്ട് പൂർണ്ണ മനുഷ്യനാ ആ ബലഹീനതയിലാ പറയുന്നത്. അതെ. നമ്മുടെ കയ്യിൽ എത്ര വാളുണ്ട്, വാളില്ലെങ്കിൽ വസ്ത്രം വിറ്റ് വാൾ വാൾ. വാങ്ങും. താങ്ക് യു ക്ലിയർ വെരി ഇനഫ് മച്ച്. ആയമോ? താങ്ക് യു വെരി മച്ച് സർ. വളരെ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വാക്യമാണ് അതെ, സത്യം. അതേ പറഞ്ഞു, നമുക്ക് വളരെ ചിന്താകുഴപ്പമുണ്ടാകുന്ന ഒരു വാക്യമാണത്. താങ്ക് യു വൺസ് അഗൈൻ സർ. യെസ്. അടുത്ത ചോദ്യം. POC ബൈബിളിൽ എബ്രായ ലേഖനം 7-ാം അധ്യായം 23-24 വാക്യങ്ങൾ, മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു, എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് യേശുവിന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. കത്തോലിക്ക പുരോഹിതന്മാരെല്ലാം യേശുവിന്റെ പൗരോഹിത്യം എന്ന് അവകാശപ്പെടുന്നു. എബ്രായ ഭാഷയിൽ ഇതെങ്ങനെയാണ് കത്തോലിക്കരോട് സുവിശേഷം അറിയിക്കുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്. അപ്പം ഒരു സംഗതി എന്ന് പറയുമ്പോഴേ, ഒരാൾക്ക് എന്തും ക്ലെയിം ചെയ്യാം, ആ എന്തും ക്ലെയിം ചെയ്യാം, ഉം. എന്തും ക്ലെയിം ചെയ്യാം. ലിമിറ്റ് ഇല്ല. ഓ, അതയാൾക്ക് ഇങ്ങ് പറയാം. അതെ. ഇതിന് വല്ല തെളിവുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. കത്തോലിക്ക പൗരോഹിത്യം എന്ന് പറയുന്നത് ആ ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ. ഉം. റോമൻ കാതലിസം എന്ന് പറയുന്നത് ഒന്ന്, അത് ക്രിസ്ത്യാനിറ്റി അല്ല. അതെ. ഉം. കാര്യം യൂറോപ്പിൽ വരുമ്പം ആൾക്കാർ ഐ എം എ ക്രിസ്ത്യൻ, മൈ ഹസ്ബൻഡ് ഈസ് എ കാത്തലിക് ആണെങ്കിൽ, ആ വി ബോത്ത് ആർ ക്രിസ്ത്യൻസ് ബട്ട് ഹീ ഈസ് എ കാത്തലിക് ക്രിസ്ത്യൻ, ഐ എം എ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ എന്ന് പറയത്തില്ല. കാതലിക് ക്രിസ്ത്യൻ എന്നുള്ള ഒരു ടേമേ ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്ന. ഇന്ത്യയിലൊക്കെ ഹൈന്ദവ ക്രിസ്ത്യാനി എന്ന് പറയും പോലെയാണ്. കോൺട്രഡിക്ഷൻ ആണ്. ഹൈന്ദവ ക്രിസ്ത്യാനി, ഇങ്ങനെ ഹൈന്ദവ ക്രിസ്ത്യാനി ഉണ്ടാകും, ഒന്നീ ഹൈന്ദവൻ അല്ലേ ക്രിസ്ത്യാനി. ഈ കോൺസ്റ്റന്റൈൻ്റെ കൺവേർഷന് ശേഷം കോൺസ്റ്റന്റൈന് റോമ സാമ്രാജ്യത്തിലെ എല്ലാവർക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു റിലിജിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈജിപ്ഷ്യൻ റിലിജിയൻ, റോമൻ റിലിജിയൻ, ഗ്രീക്ക് റിലിജിയൻ, ബാബിലോണിയൻ റിലിജിയൻ പ്ലസ് ജുഡായിക് റിലിജിയൻ, ഇത്തരത്തിലെ 5 റിലീജിയനിലെ ആൾക്കാരെ വിളിച്ചു കൂട്ടി റോമിലെ ഒരു കെട്ടിടത്തിലിരുത്തിയിട്ട് നിങ്ങളുടെ എല്ലാം കൂടെ മതത്തിൻ്റെ സംക്ഷിപ്തരൂപമിട്ട ഒരു പുതിയ റിലിജിയൻ ഉണ്ടാക്കണം. അവരുണ്ടാക്കി. അതിന് റോമൻ കാത്തലിക് റിലിജിയൻ എന്ന് പറയും. കാത്തലിക് എന്ന യൂണിവേഴ്സ്, ക്രിസ്ത്യൻ എന്നല്ല അതിനർത്ഥം, യൂണിവേഴ്സ് എന്നാണ്. അവർ അതിനകത്ത് യേശുക്രിസ്തുവിന് അപ്പോസ്തലന്മാർക്ക് കൂടെ മെമ്പർഷിപ്പ് കൊടുത്തു. മെമ്പർഷിപ്പ് കൊടുത്തപ്പം ഈ വലിയ ബോധമുള്ള കക്ഷികളെല്ലാം ഇരിക്കുന്നത്, ആദ്യത്തെ ബിഷപ്പായിട്ട് പത്രോസിനെ അങ്ങ് വെച്ചു. ഇരിക്കട്ടെ, പുള്ളിക്ക് ഇനി ഒരു കുഴപ്പം ബുദ്ധിമുട്ടുണ്ടായവരല്ല. കർത്താവ് കഴിഞ്ഞിട്ട് 400 years കഴിഞ്ഞപ്പോഴേ സംഭവിക്കുന്നത്. പത്രോസിനെ ആദ്യത്തെ ബിഷപ്പാക്കി. യെരുശലേം സഭയുടെ ആദ്യത്തെ ബിഷപ്പ് പത്രോസ് അല്ല, അത് കർത്താവിൻ്റെ 2ാമത്തെ അനിയനായിരുന്ന യാക്കോബാണ്. സെക്കൻഡ് ഇൻ കമാൻഡ് യാക്കോബാണ്. പത്രോസിന് ആ സ്ഥാനം കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഈ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഈ 5 റിലിജിയൻസിൽ നിന്നും അസിമിലേറ്റ് ചെയ്തെടുത്തത് പ്രീസ്റ്റ്ഹുഡാണ്. അതെങ്ങനെ മനസ്സിലാകാം? യഹൂദ മഹാപുരോഹിതന്റെയും പുരോഹിതന്മാരുടെയും വസ്ത്രധാരണങ്ങൾ അങ്ങോട്ട് എടുത്തു വെക്കണം.
വസ്ത്രത്തിൻ്റെ ഓരോ പാർട്ട് എടുത്ത് വെക്കണം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ പ്രകാരം. പുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നും കത്തോലിക്ക മഹാപുരോഹിതർക്കില്ല. ഓക്കെ. ആ ആ നൺ ഓഫ് ദം. മറിച്ച് ഓക്കെ ഈജിപ്ഷ്യൻ റിലിജൻ എടുത്ത് വെക്കണം. ഓക്കെ. ആ ആ ആൻഡ് ബാബിലോണിയൻ റിലിജൻ. ഉം. റോമൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ ആ പിന്നെ എങ്ങനെയാ അതിന് ക്രിസ്ത്യാനിയായിട്ടാണ് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയുന്നത്? ഉം, അപ്പൊ അതും ക്രിസ്ത്യാനിയായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഉം, ഉം. കാത്തലിക് റിലീജിയൻ ഇറ്റ്സ് യൂണിവേഴ്സൽ റിലീജിയൻ. അതെ അതെ അതെ. പിന്നെ their systems are the best in the world. ഉം, കാത്തലിക് സിസ്റ്റംസ്. ഞാൻ ഇംഗ്ലണ്ടിൽ വന്ന ശേഷമാണ് അത്രയും കാത്തലിക്സുമായിട്ട് അടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. കാര്യം ഇവിടെ ഈ കാർജ് എന്നൊരു സംഘടനയുണ്ട്. ഉം, കാർജ് എന്ന് പറഞ്ഞാൽ കാത്തലിക് അസോസിയേഷൻ ഫോർ റേഷ്യൽ ജസ്റ്റിസ് എന്നാണ്. ഉം. അവരുടെ ഒരു പിന്നെ എന്താ പറയണ്ടേ, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഉം. ആ യൂണിവേഴ്സിറ്റിക്ക് ഞാനിപ്പോൾ താമസിക്കുന്ന ടൗണിലൊരു ബ്രാഞ്ച് തുടങ്ങിയപ്പം ഓക്കെ. ഐ വാസ് ഗിവൺ എ പ്ലേസ്മെന്റ് ദെയർ. ഒരു എം ബി എ പ്രോഗ്രാം തുടങ്ങിയപ്പം ഉം. ഈ കമ്മ്യൂണിക്കേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് അന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നത്. പഠിപ്പിക്കാനായിട്ട്. ഉം. കാര്യം കാർജുമായിട്ട് ചേർന്ന് ഒരുപാട് പ്രോജക്റ്റിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാർജിന് അങ്ങനെ കാർജിൽ കൂടാണ് എനിക്ക് കാത്തലിക്സിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അകത്ത് ചെല്ലാനായിട്ട് പെർമിഷൻ കിട്ടിയത്. ഉം. അവരുടെ കാത്തലിക് സിസ്റ്റംസ് ആർ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ. ആ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അവരുടെ കെയർ സിസ്റ്റം ആണെങ്കിലും അവരുടെ ഡെവലപ്മെന്റ് സിസ്റ്റം ആണെങ്കിലും ഡിസിപ്ലിൻ. എന്താണെങ്കിലും ദേഴ്സ് ഈസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഉം. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നമുക്ക് കത്തോലിക്കരെ ഒരിക്കലും പരാതി പറയാൻ ഒക്കത്തില്ല. അത്രയും ഭംഗിയായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേറെ ഒരു മനുഷ്യനും പറ്റത്തില്ല. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളാണെന്നില്ല. അതെ അതെ. അവര് പറയുന്നില്ല അവർ ക്രിസ്ത്യാനികളാണെന്ന്. ഉം. അവര് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നില്ല. നമ്മൾ അവരുടെ മണ്ടയ്ക്ക് എഴുതി വെച്ചിരുന്ന പട്ടണമാണെന്തെന്ന് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി. അപ്പം കാതലിക്സ് ആണ് എന്നുള്ളത് അത് അവരുടെ കാര്യം. ഉം. ഇനിയും അവരുടെ പട്ടത്വം ബൈബിൾ പറഞ്ഞിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ. ഉം. ദാറ്റ്സ് ആസ് എവിഡന്റ്, ആസ് ക്ലിയർ ആസ് ദാറ്റ്. ഓക്കെ 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 സർ, താങ്ക് യു. അടുത്ത ചോദ്യം ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യപ്രകാരമാണ്: പുതിയ നിയമത്തിൽ മാത്രം 20 പ്രാവശ്യത്തോളം ഏകദൈവത്തെ പറ്റി പറയുന്നുണ്ട്. ഈ ഏകദൈവം എന്നുള്ളത് ഹീബ്രു ഭാഷയിലും അങ്ങനെ തന്നെയാണോ? AD 365 ത്രിത്വം എന്നത് കത്തോലിക്ക സഭയിൽ വന്നതാണെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണം തരാമോ? വിശദീകരണം: AD 375 ട്രിനിറ്റിയെ പറ്റി കത്തോലിക്കര് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് കത്തോലിക്കർ എന്തുവായിരുന്നു പഠിപ്പിച്ചത്? അതിനു മുമ്പ് കത്തോലിക്കർ ഇല്ലല്ലോ. ഇല്ല. കത്തോലിക്കർ അന്താരയിൽ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. അവർ തുടങ്ങിയ പോലെ ഈ ത്രിയേക ദൈവം എന്നവർ പഠിപ്പിക്കുന്നു. വിശുദ്ധ ന്യായപ്രമാണത്തിൽ പഴയ നിയമത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന മെസ്സേജാണിത്. ദൈവത്തെ പറ്റി ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ടോ അല്ല പ്രവൃത്തികൾ കൊണ്ടോ ഇനി അല്ല ഭാഷ കൊണ്ടോ വെളിപ്പെടുത്തുന്നിടത്തെല്ലാം ഈ ഈ എന്താ പറയുന്നത്, പിന്നെ ഈ യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത്. പക്ഷെ പഴയനിയമത്തിൻ്റെ പ്രത്യേകത, പഴയ കാലത്ത് പഴയ നിയമ കാലത്ത് യഹൂദന്മാർക്ക് പഴയ നിയമം മനസ്സിലായിരുന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം അവർക്കത് അനുസരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അനുസരിക്കാൻ കഴിഞ്ഞില്ല? അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് അല്ലേ. രണ്ടാമത്തെ കാര്യം, കൊടുക്കുമ്പോൾ ദൈവത്തിന് അറിയാവുന്ന ഇവർക്ക് അനുസരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി ഹൃദയത്തിന്റെ മാംസല പലകയിൽ എഴുതി തരും. ഇതിപ്പോ കല്ലിൽ എഴുതിയിരിക്കുന്ന മനസ്സിലാകത്തില്ല. അപ്പം അന്ന് ദൈവം ഡിസ്റ്റന്റ് ആണ്. ഗോഡ് ഈസ് ഡിസ്റ്റന്റ്. ഇപ്പം ദൈവം അകത്താ. അപ്പൊ അവർക്ക് മനസ്സിലായില്ല.
അത് അവരുടെ കുഴപ്പമല്ല. കാരണം ഇപ്പം അ- 1-ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് 10-ാം ക്ലാസ് വരെയുള്ള സിലബസ് എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ ഒരു ഗുണവുമില്ല. അതെ, ഹൈലി ഇമ്പോസിബിൾ. മര്യാദയ്ക്ക് പഠിച്ചു വരികയാണെങ്കിൽ 10-ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് മുഴുവൻ മനസ്സിലാകുകയും ചെയ്യും. മനസ്സിലായി. ഉം. ഇതുപോലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ദൈവം എന്തുകൊണ്ട് പിന്നെ അവർക്ക് മനസ്സിലാകാത്തതെല്ലാം കൊടുത്തു? ഉം. റീസൺ, അവർക്ക് മുൻപോട്ട് പോകാനുള്ളൊരു പ്ലാൻ കൊടുക്കുക. ഓക്കെ. ആ. ആ. ഇനിയിപ്പോ ഇത്ര പറഞ്ഞു, തീർന്നില്ല. ഉം. ഉം. ഒരിക്കലും നിങ്ങളുടെ നോളജ് ലെവലിൽ സ്റ്റക്ക് ആകരുത്, സ്റ്റാഗ്നന്റ് ആകരുത്. പ്രോഗ്രസീവ് ആയിരിക്കണം. മുന്നോട്ട് പോകുന്നതിന് ഇറ്റേണിറ്റി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉം. മനസ്സിലായില്ല. ഇവിടെ ഈ ദൈവത്തെ പറ്റി ഉള്ള ദൈവം ഏകനാണെന്നുള്ള കാര്യം, ഉം. ഇത് ബാബു ജോൺ റോറ്റയിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് പറഞ്ഞാലോ മാം ഉം. ബാംഗ്ലൂരിൽ നിന്ന് അംഗീകരിച്ചിരിക്കുമെന്ന് പറഞ്ഞാലോ കാര്യം നടക്കത്തില്ല. നടക്കത്തില്ല. ഇത് അതെ. ദൈവം തന്നെയാണ് പറയുന്നത്. അതെ. അതെ. ദൈവം യഹൂദനെ ഒരു ജാതിയാക്കിയ ശേഷം ഉം. അവരോട് പറയാണ്, ക്ഷമാ ഇസ്രായേൽ, ഇസ്രായേലെ നീ ശ്രദ്ധിച്ച് കേട്ടോ. എന്തോ കേട്ടോണം? ഉം. യഹോവ എലോഖേനു, യാഹുവ എലേഖേനു, യാഹുവ എലോഹക്ക, ഉം. യാഹുവ യഖാദ്. ഉം. ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഉം. ഞാൻ ഏകനാകുന്നു. ഉം. പറഞ്ഞല്ലോ, അതെ. ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഉം. ഞാൻ ഏകനാകുന്നു ഉം. എന്നാര് പറഞ്ഞു കഴിഞ്ഞു? ദൈവം തന്നെ പറഞ്ഞു കഴിഞ്ഞു. യഹോവ തന്നെ പറഞ്ഞു. ദൈവം ഉം. തന്നെ അങ്ങനെ പറഞ്ഞിരിക്കെ, ഉം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കെ, ഉം. ഇനി അത് മനസ്സിലാക്കാൻ എന്താ കുഴപ്പം? അതെ. പക്ഷെ അവര് അതിനകത്ത് വേറൊരു അർത്ഥം മനസ്സിലാക്കി. ആ അർത്ഥം ഉം. ശരിയാണ്. ഉം. അർത്ഥം എന്ന് പറയുന്നത് ഈ മോണോത്തിസം എന്നാണ്, ഓക്കെ. ഏകദൈവ വിശ്വാസം. ഉം. ഏകദൈവവിശ്വാസം, ഉം. ഒരുപാട് ദൈവങ്ങളില്ല, ഉം. ഒരാള് ദൈവം. ദൈവമുള്ള. ഉം. ആ ദൈവത്തിന്റെ യുണീക്നെസ് ആയ എഖാദ് എന്ന വേർഡ് അവിടെ പറഞ്ഞത്. ഓക്കെ. എഖാദ് ആ. എന്ന വേർഡിന്റെ മീനിങ്ങിൽ അവർക്കത് മനസ്സിലാകുന്നില്ല. ഉം. പക്ഷെ അവർക്ക് ഒരു മോണോത്തിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഓഫ് ഗോഡ് അതേ മനസ്സിലായുള്ളൂ. ഉം. നമ്മുടെ ചോദ്യം ഇതാണ്, അത് ഉം. പഴയത്തിലുണ്ടോ? പഴയത്തിലുണ്ട്. ഉം. ഇരിക്കുന്നത് ഇന്നതാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുകയും ചെയ്തു. ഓക്കെ. ഇസ്രയേൽ, അതാണ് എൻ്റെ വേർഡ്. ഓക്കെ. ഉം. ഓക്കെ, ഉം. താങ്ക് യു. ഓക്കെ. താങ്ക് യു. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ആഭരണം ധരിക്കുന്നത് ഇതിൽ ഏതിൽ ഉൾപ്പെട്ടതാണ്? ഗംഭീര ചോദ്യമാണ്. ഉം. ഇവിടെ ലണ്ടനിലൊരു പെന്തക്കോസ്റ്റ് ചർച്ചിലെ ആ. ഒരു കുഞ്ഞന്, ഉം. അവൻ സ്കൂളിൽ ചെന്നപ്പോൾ പിള്ളേർ പറഞ്ഞടാ, കാനാവിലെ കല്യാണത്തിന് ആ. നിങ്ങളുടെ യേശു നല്ല വീര്യമുള്ള സാധനം അങ്ങോട്ട് അനത്തി കൊടുത്തത്. ഉം. അത്രയും വീര്യം ഇല്ലല്ലോ നമ്മുടെ ബിയറിനകത്ത്. ഉം. അപ്പം നമുക്ക് രണ്ട് പൊട്ടിച്ചടിക്കുന്നതിൽ എന്താ കുഴപ്പം? എന്താ? അതെ. കുഞ്ഞൻ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇതെന്താ കുഴപ്പം? ഉം. കുഞ്ഞിന് ഒരു പിടിയും കിട്ടുന്നില്ല. ഉം. കുഞ്ഞിന് അപ്പനോട് ചോദിച്ചു വീട്ടിൽ. അപ്പം പറഞ്ഞു, എടാ നീ പാസ്റ്റർ അങ്കിളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഉം. കുഞ്ഞൻ വലിയ കാര്യത്തിൽ വിഷയമായിട്ട് പാസ്റ്റർ അടുത്ത് വരികയാണ്. ഉം. പാസ്റ്റർ അങ്കിൾ, ഇതിനെന്താ പരിഹാരം? ഉം. പാസ്റ്റർ ചോദ്യം കേട്ടു, എടാ നിനക്ക് 2 എണ്ണം അടിക്കണമെങ്കിൽ എവിടെയും ഇപ്പോൾ പൊട്ടിച്ചടിച്ചോണം. ഉം. പിന്നെ നീ എൻ്റെ അടുത്ത് ന്യായീകരണം ചോദിച്ചോണ്ട് വരരുത്. വരരുത്. ഞാൻ പറഞ്ഞുകൊണ്ടാ നീ കുടിച്ചതെന്ന് പറയേണ്ടത്, ഞാൻ ഉം. വിലയ്ക്കൊണ്ടാണ് ഇത് കുടിക്കാൻ ഒക്കാതെന്ന് ഇരിക്കുന്നത്. പറയുന്നത്. നൺ ഓഫ് മൈ ബിസിനസ് ഉം. എന്ന് പറഞ്ഞ രസകര ഒരു സംഭവം ഉണ്ടായി. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം.
ഉം. ഇത് മൂന്നും പിതാവിൽ നിന്നല്ല, അതെ. ലോകത്തിൽ നിന്ന്. ഉം. അപ്പം ഇതിലേതിലാണ് ആഭരണം വരുന്നത്? ഉം. അതാ ചോദ്യം. ഉം. അപ്പം ഇവിടെ ബാബു ജോൺ വേട്ടവല പറഞ്ഞെന്നും പറഞ്ഞ് ആരും ആഭരണം എടുത്തിരിക്കാൻ വേണ്ട. ഉം. ബാബു ജോൺ വേട്ടവല വിലയ്ക്കെന്ന് പറഞ്ഞ് ആരും ആരും ഇടാതിരിക്കുകയും. അവരെടുത്ത് കളയാൻ വേണ്ട. ഉം. ഇനിയും അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കാനുള്ള ആ വിസ്ഡം ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് ചോദ്യം. ഉം. Whether you have grown up to that level of understanding എന്നുള്ളതാണ് ചോദ്യം. യെസ്. അതൊരിക്കലും ആ ലെവലിലേക്ക് വളരാൻ കഴിയാത്ത ആളുകളുണ്ട്. ഉം. അവരോട് അതിനെപ്പറ്റി സംസാരിക്കുകയേ വേണ്ടെന്നേ. അതെ. അതെ. മനസ്സിലായോ? ഇപ്പം ഉം. എൻ്റെ ഒരു കെയറുണ്ട്. അവരിപ്പം മെറ്റേണിറ്റി ലീവല്ല. അവർക്ക് 4 മാസം മുമ്പ് ഒരു മോനുണ്ടായി. ഉം. ഈ 4 മാസം മുമ്പുണ്ടായ മോനോട് എടാ നീ നിക്കറിട്ടോടാന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെ. ഉണ്ടോ? അതെ. എടാ നീ നിക്കറിട്ടോടാ, ഛേ ആണോ ഇല്ലടാ ഇങ്ങനെ കിടക്കാൻ? ഉം. ചോദ്യത്തിന്റെ ആവശ്യമില്ല. പ്രസക്തിയില്ല. കാരണം അവൻ ഇട്ടില്ലെങ്കിലും അവൻ അക്സെപ്റ്റ് ചെയ്യും, ഇട്ടാലും അക്സെപ്റ്റ് ചെയ്യുക. ഉം. അവനിത് രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. അതെ. പക്ഷെ ഇതേ മോൻ 14 വയസ്സായി കഴിയുമ്പം ഉം. അവന് പ്രോപ്പറായി ഡ്രസ് ചെയ്യുന്നില്ലെങ്കിൽ അതെ. അതെ. അവന് ഡൗൺ സിൻഡ്രോം ആണെന്ന്, അതെ. അതെ. അപമാനമാണ്. ഉം. അല്ലെ കിറുക്കാണെന്ന്, ഉം. അല്ലേ? അതെ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഉം. ഇത് മൂന്നും പിതാവിൽ നല്ല, ലോകത്തിൽ നത്രേ. അതെ. അടുത്തത്, ഉം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനോ ഉം. ലോകത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഉം. ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒരുത്തന് ഇത് വാക്യം ബാധകമാണോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഇത് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവനോ? ഇത് ബാധകമല്ല. അവനിത് ബാധകമേ അല്ലല്ലോ. നമ്മുടെ ചോദ്യം ആഭരണത്തിനുള്ള താല്പര്യം ഇത് ഏതിൽ നിന്ന് വരുന്നതാണ്? ആ ചോദ്യം അപ്രസക്തമാണ്. അതെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നിൽ നിന്ന് വരുന്നതാണ്. അതെ. അത് ജഡമോഹമാണോ? അതെ. ജഡത്തിന്റെ മോഹമാണ്, അതെ. അല്ലേ? അതെ. അപ്പൊ തീർച്ചയായിട്ടും. ഇതുകൂടി ഇട്ട് കഴിയുമ്പം ഐ വിൽ ബി ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ള ചിന്ത ജഡമോഹം. ഉം. അത് കൺമോഹമാണോ? ഞാനിപ്പോൾ അതെ. കുറെ കൂടെ സുന്ദരിയാണെന്നുള്ള ധാരണ, അല്ലേ? കാരണം അതിനുവേണ്ടി വലിയ കണ്ണാടി വരെ ഇറങ്ങിക്കഴിഞ്ഞു, മുന്നിൽ നിന്ന് ഇടാൻ വേണ്ടി, അല്ലേ? അതെ. അതെ. മുമ്പൊക്കെ അത് വീട്ടിൽ ഇച്ചിരിയേ ഉള്ള കണ്ണാടി കാണുന്നത്. ഉം. ഇപ്പോൾ അതാണോ ഡ്രസ്സിംഗ് റൂമിൽ എത്ര കണ്ണാടി, 4 ആംഗിൾ നിങ്ങൾ കണ്ണാടി വെച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് ഈ ഇതെല്ലാം കൂടെ കുത്തിപ്പറക്കി ഇടുന്നതിനുണ്ട് ഓരോരുത്തർക്ക്. അതെ. അതെ. അപ്പോൾ അത് കൺമോഹമാണോ? അതെ. ആണ്. ഇനി ഇത് ജീവനത്തെ ഇല്ലാത്ത ഒരാളും അല്ല 1.5 പവനുള്ള ഒരാളുടെ മുമ്പിൽ ഒരു 25 പവൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളിന്റെ പ്രതാപം കൂടുതലാണോ? കൂടുതൽ തന്നെ. ജീവനത്തിന്റെ പ്രതാപം. ഉം. ആണല്ലോ. അപ്പൊ ഈ അതെ. ആഭരണം എന്ന് പറയുന്നത് ജഡമോഹവുമാണ്, കൺമോഹമാണ്. കൺമോഹമാണ്, ജീവനത്തിന്റെ. ജീവനത്തിന്റെ പ്രതാപമാണ്. അപ്പൊ ഏതാണ് എന്നുള്ള ചോദ്യം ഇല്ല, അതെ. മൂന്നുമാണ്. അതെ. മൂന്നുമാണ്. ഉം. ഈ ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഡ് യു കീപ്പ് ഇറ്റ് ഓർ യു ഷുഡ് നോട്ട് കീപ്പ് ഇറ്റ് എന്നുള്ളതാണ്. ഉം. എൻ്റെ അഭിപ്രായം, സാറിന് ഞാൻ എൻ്റെ അഭിപ്രായം ഒന്നും ഒരിക്കലും പറയാറില്ല. ഇവിടെ ഇപ്പോൾ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ വളരെ കറങ്ങി നടക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഉം. ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഉം. നിശ്ചയമായും ആഭരണം ഇടണം. ഉം. കാര്യം എന്നറിയാമോ? നീ ദൈവത്തിൽ നിന്നാണ് ജനിച്ചെങ്കിൽ ആ ചോദ്യം പിന്നെ ഇല്ലല്ലോ. അതെ. അതെ. മനസ്സിലായോ? ഉം. നീ ദൈവത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ആ ചോദ്യം പിന്നെ ഇല്ല. ചോദ്യമില്ല. ഉം. നീ ദൈവത്തിൽ നല്ല ജനിച്ചെങ്കിലോ നീ ആവരണം ഊരിക്കളഞ്ഞിട്ട് എന്തെങ്കിലും സാധിക്കാനുണ്ടോ? അതെ. ചുമ്മാ മറ്റുള്ളവർ നിന്നെ അവരവൾ കളിയാക്കും, പെന്തോ പെന്തോ എന്ന് വിളിച്ച്
കളിയാക്കും, ഉം, ഇൻസൾട്ട് ചെയ്യും, റിലിഗേറ്റ് ചെയ്യും, തരം താഴ്ത്തിട്ട് കാണും, അവസരങ്ങൾ നിഷേധിക്കും, ഒരു ഉം. ഒരു ഒരു ലാഫിംഗ് സ്റ്റോക്കായിട്ട് മാറും. എന്നിട്ട് നിനക്ക് എന്താ ഗുണം? അതെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലാഫിംഗ് സ്റ്റോക്കായിട്ട് നീ ജീവിച്ചിട്ട് നിനക്ക് എന്താ ഗുണം? ദാറ്റ്സ് മൈ അതെ, ക്വസ്റ്റ്യൻ. അതെ. ഒന്നും നേടാനില്ല. ഉം, അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ പെന്തക്കോസ്ത് വിശ്വാസികളും ഉം. എത്രയും പെട്ടെന്ന് പോയി ആഭരണം ധരിക്കണം. ഉം. ആഭരണം ആർക്കാ ധരിക്കേണ്ടാത്തത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. പെന്തക്കോസ്തിന്റെ ഉപദേശമല്ല അത്. ദൈവത്തിൽ നിന്നാണോ ജഡത്തിൽ നിന്നാണോ? ദൈവത്തിൽ നിന്ന് ജനിച്ചതെന്നുള്ളതാണ്, അല്ലേ? ദൈവത്തിൽ ജനിച്ചതെന്നുള്ളതാണ്. ഇപ്പം ബ്രിട്ടീഷ് പാർലമെന്റ് കൂടുന്നുണ്ട്. നീ പാർലമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പാസ് ഉണ്ടെങ്കിൽ കയറിപ്പാം. ഉം, എം പി ആണെങ്കിലും കയറിപ്പാം. ഉം, ഇനി പാർലമെന്ററി കമ്മിറ്റികളുണ്ട്. ഉം. പാർലമെന്ററി കമ്മിറ്റിയിലെ മെമ്പർ ആണെങ്കിലോ പറഞ്ഞാൽ മതി, പാസ് പോലും പറഞ്ഞാ- കാണിക്കും, പറഞ്ഞാൽ മതി, കയറിപ്പാം. ഉം, ഇപ്പം പാർലമെന്ററി കമ്മിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ഉം, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു അംഗമായിരുന്നു ഞാൻ എൻ്റെ ഗുഡ് ഓൾഡ് ഡേയ്സിൽ. ഉം. അപ്പം നമ്മുടെ കമ്മിറ്റി കൂടുന്ന പാർലമെന്റ് വെച്ചാ, അപ്പോൾ ആ സമയത്ത് അങ്ങ് ചെന്ന് വെച്ചാൽ മതി, ഉം. കയറിപ്പം, അല്ലേ? ഇതിൽ ഒന്നിലും ഉൾപ്പെടാത്ത ഒരാള് അതെ, ഇവരെന്തിനാ അതിൻ്റെ അതെ, അതെ, നീ അതെ, ഇതൊന്നും ഉൾപ്പെടുന്നില്ല. അതെ. ഉം. നീ പാർലമെന്റിൽ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു എം പി, അല്ലെങ്കിൽ പാർലമെന്റ് കമ്മിറ്റിയിലെ അംഗം. ഇതിലൊന്നും അല്ലാത്ത നീ എന്തിനാ വെറുതെ സൂട്ടിന്റെ കെട്ടിക്കൊണ്ട്, അതെ, അതെ, അതെ. തീർച്ചയായിട്ടും. അല്ലേ, ഉം. അതിന്റെ മുന്നേ പോയിരിക്കുന്നത് വല്ല ഗുണമുണ്ടോ? അപ്പോൾ ഉം. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രം ആപ്ലിക്കബിൾ ആ ഒരു കാര്യം അതാണ്. അതെ, അതെ. ഒരു പ്രസ്ഥാനം, ഒരു സഭ എടുത്തിട്ട് ഉം. ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളെല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെന്താ ബിബ്ലിക്കൽ ഡോക്ട്രിനൽ എവിഡൻസ്? എന്താ അതിന്? അതെ, അതെ. ഒരുപാട് എന്നോട് ദൈവത്തിൽ ചോദിക്കും, അതിന് എന്ത് ഡോക്ട്രിനൽ എവിഡൻസ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സംബന്ധിച്ചോളം ഉം. ഇതൊരു ഇഷ്യൂവേ അല്ലല്ലോ. അതെ. അവൻ ആഭരണം എന്നുള്ള ഒരു ഇഷ്യൂവേ അല്ല. നോട്ട് ആൻ Yes. ഇഷ്യൂ. വരുന്ന ഇവർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഴയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇത് ജഡമോഹമാണോ, കൺമോഹമാണോ, ജീവനത്തിന്റെ പ്രതാപം. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേരുന്നതാണിത്. അതിനെപ്പറ്റി യാതൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, Okay, sir. Thank you very much, sir. It was a very wise answer. Yeah. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി നിങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാൽ അതിന്റെ സമയത്ത് അതിനുള്ള മറുപടി ബാബു സർ നൽകുന്നതായിരിക്കും. May God bless you and thank you once again.